ആക്സിലേറ്റർ കേബിൾ അതൊക്കെ പറയാനുണ്ട് അതിനെ കുറിച്ചൊക്കെ. അപ്പൊ അങ്ങനെ കൊടുത്തപ്പോ ഒട്ടും ബ്രേക്ക് ഉണ്ടായില്ല ഫ്രണ്ടിന്. അപ്പൊ അവര് പറഞ്ഞു ഇതിന്റെ ഡിസ്ക് പോയി, പിന്നെ ഫ്രണ്ടില് മറ്റേ ഇതിന് ഡിസ്കിന്റെ മാസ്റ്റർ എന്നുള്ള സംഭവം ഉണ്ട്, മാസ്റ്റർ സംഭവം അതും പോയി. അപ്പൊ ഇനി മറ്റു കംപ്ലൈന്റുകളിലേക്ക് വരാം. മറ്റു കംപ്ലൈന്റ് എന്നിട്ട് ഒരു ദിവസം വൈകുന്നേരം നമ്മൾ വണ്ടി കൊടുത്തിട്ട് എവിടെ യാത്രയ്ക്ക് പോയി തിരിച്ചു വന്നപ്പോൾ നമ്മ വിളിച്ചു. അവർ വിളിക്കാത്തതുകൊണ്ട് അങ്ങോട്ട് വിളിച്ചു കേട്ടോ. അവർ നമ്മൾ വിളിച്ച് പറഞ്ഞില്ല. ആദ്യം തിരിച്ച് വിളിച്ചിട്ട് അവർ പറഞ്ഞു വണ്ടി ആയിട്ടില്ല എന്ന് പറഞ്ഞു. നമ്മൾ പോയി നോക്കാൻ നേരത്ത് എനിക്കറിയാം ഈ സാധനം പോണേക്ക് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ വഴി കിടക്കുന്നത് ഞാനാണ്. റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ. ഇതുപോലെ ഒരു ദിവസം വണ്ടി എടുത്തപ്പോൾ വേറെ പ്രശ്നം ഉണ്ടായിരുന്നു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അരുൺ. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു എൻഡോർക്കാണ്. യൂസർ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഏകദേശം 5 വർഷമായി യൂസ് ചെയ്യുന്ന ഒരു എൻഡോർക്ക്. 52,000 കിലോമീറ്ററോളം വണ്ടി ഓടിയിട്ടുണ്ട്. സാധാരണ നമ്മൾ യൂസർ റിവ്യൂ അന്വേഷിച്ച് ഒരുപാട് പേരെ സമീപിക്കാറുണ്ട്. ചില ആൾക്കാർ നമ്മളെ വിളിക്കാറുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ സ്വന്തം വണ്ടി തന്നെയാണ്. അത് നമ്മുടെ അജാസ് ബ്രോയുടെ വണ്ടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി എന്നാണ് വണ്ടിയുടെ റിവ്യൂ പറയാൻ വേണ്ടി പോകുന്നത്. ഇത് 2019 മോഡൽ വണ്ടിയാണ്. ഇതിന് ശേഷം ഒരുപാട് വേരിയൻസ് ഇറങ്ങി. ഇപ്പോൾ ഉള്ള ഈ വണ്ടിയേക്കാളും ഒരുപാട് മാറ്റങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമുക്ക് അജാസിനെ വിളിച്ചിട്ട് വണ്ടിയുടെ ഓരോ കാര്യങ്ങളായിട്ട് ചോദിക്കാം. അജാസ് ഇപ്പോൾ ക്യാമറയുടെ ബാക്കിലാണ്. ഇപ്പോൾ ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വരാൻ വേണ്ടി പോവാണ്. വന്നോ കമോൺ. അപ്പോൾ അജാസ്, ഹലോ. നമ്മളെ രണ്ടും കൂടി ഒരുമിച്ചൊരു വീഡിയോയിൽ കുറേ നാളായല്ലേ? പണ്ട് നമ്മൾ തുടങ്ങിയ സമയത്ത് പണ്ട് നമ്മൾ ആദ്യം സ്റ്റിക്ക് പോലെ വീഡിയോ എടുത്തിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ്. ക്യാമറയിൽ ഇപ്പോൾ ആരും ഇല്ല കേട്ടോ. ഞങ്ങൾ ട്രൈപോഡ് സെറ്റ് ചെയ്തേക്കാണ്. അതായത് ഞങ്ങൾ ആദ്യം തുടങ്ങിയിട്ടൊക്കെ ഞങ്ങളുടെ വീഡിയോ ഉണ്ടായിരുന്നു. ഞങ്ങൾ ട്രൈപോഡ് വാങ്ങിയ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ട്രൈപോഡ് സെറ്റ് ചെയ്ത് അതുകൊണ്ട് നീ ഇവിടുന്ന് ഇറങ്ങണ്ട. അല്ലെങ്കിൽ കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഫോക്കസ് ആവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വണ്ടി എടുത്തിട്ട് ഇപ്പോൾ 5 വർഷമായല്ലോ. വണ്ടി എടുത്തിട്ട് 2019 ജനുവരി ആണ് വണ്ടി എടുത്തത്. ഇതിനു മുമ്പ് നീ ഏത് വണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? ഇതിന് മുമ്പ് ഡിയോ ആയിരുന്നു. ഡിയോ കഴിഞ്ഞ് എൻഡോർക്കിലേക്ക് വരാനുള്ള റീസൺ എന്താ? വണ്ടി 2 കമ്പനിയാണല്ലോ, ഒന്ന് ഹോണ്ട ഒന്ന് ടി വി എസ്. അതായത് ഡിയോ എടുത്തപ്പോഴും ഒരു കഥ പറയാനുണ്ട്. അതായത് ഡിയോ എത്ര സി സി വണ്ടിയായിരുന്നു? അത് 100-110 ഫസ്റ്റ് മോഡലാണ്. അതായത് ഡിയോ ട്രെൻഡിങ് ആയ സമയം ഉണ്ടായിരുന്നു, മഞ്ഞ കളർ ഡിയോ. ആ സമയത്ത് ഡിയോ വണ്ടി കിട്ടാൻ ബുക്കിംഗ് ആയിരുന്നു ഒരുപാട്. വീട്ടിൽ പറഞ്ഞപ്പോഴും വാപ്പാടെ കാര്യം പറയണെങ്കിൽ പുള്ളിക്കാരന് മഞ്ഞ തന്നെ വേണമെന്ന് നിർബന്ധമായിരുന്നു. ആ സമയത്ത് ഞാൻ ആളാണ്. അപ്പൊ അങ്ങനെ അതായത് പുള്ളി വണ്ടി കാണുന്നുണ്ട്, ഫോണേക്ക് കാണുമ്പോൾ ഒരുപാട് മഞ്ഞ വണ്ടിയാവും, സെറ്റപ്പ് ആണല്ലോ. മഞ്ഞയും ബ്ലാക്കും ആയിരുന്നു, ഒരു മാറ്റ് ഫിനിഷ് ബ്ലാക്ക് ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അവസാനം എന്താ വഴി കയറിട്ട് കാടിന്റെ അമ്മേസിലേക്ക് ഈച്ച. അപ്പൊ അവസാനം വണ്ടി എടുത്തു. അന്ന് ഏകദേശം ആ വണ്ടിക്ക് എത്ര 60-70 എന്തോ ആയിരുന്നു തോന്നുന്നു. ആ വണ്ടി 2014 മോഡൽ എന്തോ ആണ്. 2014-15 മോഡലാണ് ആ വണ്ടി. ആ വണ്ടി ഇപ്പോഴും വീട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ഡിയോയുടെ വീഡിയോ അല്ല നമ്മൾ. അതെനിക്ക് മനസ്സിലായി. അതിനുശേഷം വണ്ടി എടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നാളെ ഓടിച്ച് കഴിയുമ്പോൾ നമുക്ക് മടുക്കൂല ഒരു വണ്ടി. വേറെ വണ്ടി അപ്ഗ്രേഡ് ചെയ്യാൻ തോന്നുന്നു. അപ്പൊ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഞാനൊരു സ്കൂട്ടർ സെഗ്മെന്റിലേക്ക് തന്നെ നോക്കി. ആ സമയത്തും അതാവുമ്പോൾ വീട്ടിലും ഉപകാരമുള്ള വണ്ടിയാന്ന് വെച്ചെടുത്താണ്. അപ്പൊ ആ സമയത്ത് ടി വി എസ് കത്തി നിൽക്കുന്ന സമയമൊന്നുമില്ല. സ്കൂട്ടറിന് ഓപ്ഷൻ കുറവായിരുന്നു. സ്കൂട്ടറിന് ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് പെപ്റ്റ് ഉണ്ടായിരുന്നു ലേഡീസിനാണ്. പിന്നെ വേറെ വണ്ടി വിഗോ, ആ മോഡൽസ് ഒക്കെ ഉണ്ടായിരുന്നു. 2018 അവസാനമാണെന്ന് തോന്നുന്നു എൻഡോർക്ക് എന്ന വണ്ടി ഇറങ്ങിയത്. അപ്പൊ വണ്ടി ഇറങ്ങാൻ നേരത്ത് നമ്മളിങ്ങനെ റോട്ടിൽ കൂടെ പോകുമ്പോൾ തന്നെ ഒരു സ്പോർട്ടി ലുക്ക് വണ്ടി, അത്യാവശ്യം ബൈക്കിന്റെ ഒക്കെ സൗണ്ട് നല്ല പവർ. ഈ സൗണ്ടുള്ള വേറെ സ്കൂട്ടർ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഇത്രയും സൗണ്ടുള്ള സ്കൂട്ടർ ഇല്ലാന്നാണ് വിശ്വാസം. ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടോ. ഓക്കെ. അപ്പൊ അതായത് ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിന് തൊട്ടടുത്ത് തന്നെ ടി വി എസ് ഉണ്ട്. കൊച്ചിൻ ടി വി എസ് ആണ് വണ്ടി എടുത്തത് കേട്ടോ. അത് ഡീലിംഗ് കാര്യം നല്ലായിരുന്നു, ചോദിച്ചില്ല. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അല്ല, നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കാണുകൊണ്ട് പറയുന്നതാണ്. അതായത് ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് എടുത്തപ്പോൾ തന്നെ വണ്ടി ഇഷ്ടപ്പെട്ടു. അതായത് പ്രത്യേക സൗണ്ടും നല്ല പവറും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ബുക്ക് ചെയ്തു, വണ്ടി എടുത്തു. അതാണ് സംഭവം. വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. ഏകദേശം ആക്ച്വലി വണ്ടി ഡിസംബർ 24 ബർത്ത്ഡേ ആയിരുന്നു. അന്നത്തേക്ക് എടുക്കാനായിരുന്നു തീരുമാനിച്ചത്. പക്ഷേ ആ സമയത്ത് കിട്ടിയില്ല. അത്രയ്ക്ക് ഡിലേ ഉണ്ടായിരുന്നു. രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ആവണമായിരുന്നല്ലോ. അപ്പൊ ആ ഡിലേ ഉള്ളതുകൊണ്ട് അങ്ങനെ കിട്ടിയില്ല. ഇതിപ്പോ 5 വർഷം മുന്നേ ഉള്ള കാര്യമാണോ? ജസ്റ്റ് ഒരു ഫോർമാലിറ്റി എന്ന രീതിയിൽ ചോദിക്കുന്നതാണ്. ഇത് നമുക്ക് മെയിൻ കാര്യങ്ങളിലേക്ക് വരാം. ഇപ്പൊ 5 വർഷം ഉപയോഗിച്ചല്ലോ, വണ്ടിയിൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണോ? ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിയോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്? ഡിയോ എത്ര നാൾ യൂസ് ചെയ്തു നീ? ഡിയോ ഞാൻ ഏകദേശം 2015 4 വർഷം യൂസ് ചെയ്തു. 4 വർഷം യൂസ് ചെയ്തു. ഇതിപ്പോ 5 വർഷം യൂസ് ചെയ്തു. 5 വർഷം എങ്ങനെയുണ്ട്? അത്
കമ്പയർ ചെയ്യുമ്പോൾ ആ രണ്ട് വണ്ടി ഒരിക്കലും നമുക്ക് കമ്പയറിങ്ങിന് പറ്റിയ വണ്ടികളല്ലാന്ന് എനിക്ക് തോന്നുന്നത്. പവറിൽ എല്ലാം വ്യത്യാസമുണ്ട്. പിന്നെ ഷോറൂമിന്റെ സർവീസ്, ഒരു സസ്പെൻഷന്റെ കാര്യം, റൈഡിംഗ് കംഫർട്ട് നിനക്ക് തന്നെ അറിയാലോ. വണ്ടിയുടെ ബാക്കിലിരിക്കുമ്പോൾ എങ്ങനെയുണ്ട്? വണ്ടിയുടെ ബാക്കിലിരിക്കുമ്പോൾ കുഴപ്പമില്ല. ഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് ലോങ് റൈഡ് പോകുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കുറച്ച് ലോങ് പോകുമ്പോൾ നമുക്ക് വണ്ടിക്ക് പവർ കുറവാണ്, ഇരിക്കുമ്പോഴൊക്കെ ഒരു കംഫർട്ട്. ഇതാകുമ്പോൾ കുറച്ച് വണ്ടിക്ക് പൊക്കമുണ്ട്. അപ്പൊ എനിക്ക് പൊക്കില്ലെങ്കിലും വണ്ടിക്ക് പൊക്കമുള്ളതുകൊണ്ട് ഓടിക്കാനൊക്കെ സെറ്റപ്പാണ്. പിന്നെ പവറിന്റെ കാര്യം നീ പറഞ്ഞ പോലെ തന്നെ 125 cc ആണ്. ഡിയോ ആണെങ്കിൽ ഐ തിങ്ക് 110-100 cc ആണ്. കറക്റ്റ് എനിക്ക് അറിയില്ലായിരുന്നു, നോക്കിയില്ല. അപ്പോൾ ആ ഒരു CC വണ്ടിയായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം എന്ന് പറയുമ്പോൾ വണ്ടി ഓവർടേക്കിംഗ് തരുമ്പോൾ തന്നെ ഇത്രയും പവർ ഉള്ളതുകൊണ്ട് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ നല്ല ജെറ്റ് വിട്ട് പോകുന്നിരിക്കുക, ജെറ്റ് വിട്ട് പോകരുത്, ഒരു ഏകദേശം പോകുമ്പോൾ തന്നെ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാവും. വണ്ടി കുത്തൂല, കയറി പോകാനുള്ള കോൺഫിഡൻസ് വണ്ടി കിട്ടുന്നുണ്ട്. പക്ഷെ ഡിയോയിൽ അങ്ങനെയല്ല. ഒരു 50-60 ഒക്കെ ആയാലും നമ്മൾ കയറാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻസ് ഓർമ്മ ഉണ്ടാവും. പക്ഷെ ഇത് ഒറ്റയ്ക്ക് പോയാലും ബാക്കിൽ ആളുണ്ടെങ്കിൽ നമുക്ക് ഈ കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. മറ്റേ ബാക്കിൽ ആളുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും കിട്ടില്ല. അപ്പോൾ ഇത് കഴിഞ്ഞ് ഒരുപാട് മോഡലുകൾ ഇറങ്ങിയല്ലോ. ഒരുപാട് XP ST, പിന്നെ സൂപ്പർ സ്കോഡ് എഡിഷൻ. സൂപ്പർ സ്കോഡ് അതിനകത്ത് ഏറ്റവും വില കൂടുതൽ XT ആണല്ലോ. XTയുടെ റിവ്യൂ നമ്മളോട് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ നിനക്ക് അപ്ഗ്രേഡ് ചെയ്യണം. എൻഡോർക്ക് നിനക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയാണോ? അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തോന്നിയോ? പുതിയ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വില തന്നെയാണ് പ്രശ്നം. വില വെച്ചിട്ടല്ല മേടിച്ചപ്പോഴെന്ന്. ഇതിന്റെ റേറ്റ് എത്രയായിരുന്നു നീ മേടിച്ചപ്പോൾ? ഇത് ഞാൻ വണ്ടി എടുത്തപ്പോൾ 82,000 രൂപയായിരുന്നു വണ്ടിയുടെ വില. ഇപ്പൊ ഒരുപാട് വളർന്നു പോയിരിക്കുന്നു വില. അതായത് ഇപ്പൊ ഈ വണ്ടി ഇല്ലാന്ന് തോന്നുന്നു. ഈ മോഡൽ ഇല്ല. നോർമൽ മോഡലിന് തന്നെ ഇപ്പൊ ഏകദേശം 1 ലക്ഷത്തിന് മേലെ വരുന്നുണ്ട്. XT എന്ന മോഡലിന് 1,32,000 രൂപയാണ് ഓൺ റോഡ് ഇപ്പോൾ വരുന്നത് ഏകദേശം. 1,32,000 രൂപ. അതായത് ഒരു നല്ലൊരു ബൈക്കിന്റെ വിലക്ക് സ്കൂട്ടർ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ നമ്മൾ ആദ്യമേ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും. ഇപ്പൊ TVS ഈ വണ്ടി കൊണ്ടുവന്നപ്പോഴാണ് ഈ ഒരു മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കി വന്നത്. ആ ഒരു സമയം വരെ എല്ലാത്തിനും മറ്റേ നോർമൽ മീറ്റർ ആയിരുന്നു, ഡിജിറ്റൽ ആയിരുന്നു. ഡിജിറ്റൽ അല്ല, മറ്റേ പേരെന്താ, അനലോഗ് ആയിരുന്നു. അപ്പൊ ഈ വണ്ടിയിലാണ് ഈ മറ്റേ ഒരു ഡിജിറ്റൽ വന്നത്. നാവിഗേഷൻ അതായത് ഈ വണ്ടിയിൽ മാപ്പ് ഇട്ട് പോകാൻ പറ്റും. അതിപ്പോ ഞാൻ പറയേണ്ട എല്ലാവർക്കും അറിയാം. ആ ഒരു സമയത്ത് വേറൊരു വണ്ടിയിലും മാപ്പ് ഇട്ട് സ്കൂട്ടറിൽ പോകാൻ പറ്റില്ലായിരുന്നു. ബൈക്കിൽ കൂടിയ വണ്ടിക്കൊക്കെ പറ്റുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ബ്രാൻഡ് വണ്ടിക്കൊക്കെ പറ്റുമല്ലോ. ഇപ്പോൾ ഓൾറെഡി എൻഡോർക്കിനെ പറ്റി എല്ലാവർക്കും ഒരു പൊതുധാരണ ഉണ്ടാവും. നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ നീ ഉപയോഗിച്ചപ്പോൾ നിനക്ക് വന്ന പോരായ്മകൾ, കംപ്ലൈൻറ്റുകൾ, സർവീസിൻ്റെ ഇഷ്യൂ, ഈ പ്രശ്നങ്ങളാണ് എല്ലാവർക്കും അറിയാൻ താല്പര്യം. പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഒരിക്കലും എനിക്ക് റോട്ടിൽ കിടക്കേണ്ടി വന്നിട്ടില്ല. പെട്രോൾ ഇല്ലാതെ കിടന്നിട്ടുണ്ട്, അല്ലാതെ കംപ്ലൈൻറ്റുകളൊന്നും വന്നിട്ടില്ല. കംപ്ലൈൻസ് അങ്ങനെ റോട്ടിൽ കിടക്കുന്ന കംപ്ലൈൻസ് വന്നിട്ടില്ല. നോർമലി നമുക്ക് പെട്രോൾ തീർന്നോ പഞ്ചറാവോ, അത് നോർമലി നമ്മുടെ കയ്യിൽ കൊണ്ട് തന്നെയാണല്ലോ. എഞ്ചിൻ വൈസ് കംപ്ലൈൻസ് ഒന്നുമില്ല. പക്ഷേ സർവീസിങ്ങിന്റെ ഇഷ്യൂസ് ഒരുപാടുണ്ട്. അത് സർവീസ് സെന്ററിന്റെ ഡീലിംഗ്, സർവീസ് കോസ്റ്റ് വലിയ പ്രശ്നമില്ല. 4 സർവീസ് ഫ്രീ ഉണ്ടായിരുന്നു. ഫ്രീ സർവീസ് എന്ന് പറഞ്ഞാലും ഒരു 1000 താഴെ എങ്ങനെയായാലും എഞ്ചിൻ ഓയിൽ മറ്റേ കാര്യങ്ങൾക്കും വരും. നോർമലി അതിന് ശേഷം ഇപ്പോൾ പറയുന്നത് തന്നെ ഈ 52,000 കിലോമീറ്റർ വണ്ടി ഓടിയല്ലോ. ഈ 52,000 കിലോമീറ്ററും ഞാൻ വണ്ടി കമ്പനി സർവീസ് ചെയ്തേക്കുന്നത്, പുറത്ത് ദൂരം കൊടുത്തിട്ടില്ല. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് പീരിയോഡിക് സർവീസിന് എത്ര? പീരിയോഡിക് സർവീസിന് നോർമലി ഒരു 1000 താഴെയൊക്കെ വരും. ഫസ്റ്റ് സർവീസ് ഒക്കെ ആദ്യം വരുമ്പോൾ ഒരു 500-300 ആ റേഞ്ച് വരുള്ളൂ. പിന്നെ സെക്കൻഡും തേർഡും ഫോർത്തും 4,000 കിലോമീറ്റർ കഴിയുമ്പോൾ കാർബറേറ്റർ ക്ലീൻ മറ്റേ സംഭവം അങ്ങനെയൊക്കെ പറഞ്ഞ് എയർ ഫിൽറ്റർ മാറ്റാൻ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുമല്ലോ. നമ്മൾ നോർമലി അതിനൊക്കെ പൈസ വരും. വേറെ ഒന്നും പിന്നെ സർവീസ് എന്തെങ്കിലും മാറ്റേണ്ടി വന്നിട്ടുണ്ടോ? പാർട്സ് റീസെന്റ് ഒരു സംഭവം മാറ്റിയിട്ടുണ്ട്, നമ്മുടെ ഡിസ്കിന്റെ മുന്നേ ഒന്നും മാറ്റിയിട്ടില്ല ഇതുവരെ. വേറെ ഒന്നും മാറ്റിയിട്ടൊന്നുമില്ല. പിന്നെ നോർമലി ടയർ മാറ്റി. അത് ഇത്രയും കിലോമീറ്റർ ഓടുമ്പോൾ നോർമലി 2 ടയർ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ഡിസ്കിന്റെ എന്തൊക്കെയായിരുന്നു മാറ്റി? ഡിസ്കിന്റെ അത് നമ്മൾ ഇതുപോലെ നോർമലി ഇപ്പോൾ ഒരു ദൂരയാത്ര പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നല്ലോ, അതിനെക്കുറിച്ചൊക്കെ പിന്നെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു സർവീസിങ്ങിന് കൊടുത്താണ്. ബ്രേക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാനും. വേറെ എന്താ കൊടുത്തത് ഓർമ്മയുണ്ടോ? വേറെ ആക്സിലേറ്റർ കേബിൾ, അതൊക്കെ പറയാനുണ്ട് അതിനെ കുറിച്ചൊക്കെ. അപ്പൊ അങ്ങനെ കൊടുത്തപ്പോ ഒട്ടും ബ്രേക്ക് ഉണ്ടായില്ല ഫ്രണ്ടിന്. അപ്പൊ അവര് പറഞ്ഞു ഇതിന്റെ ഡിസ്ക് പോയി. പിന്നെ ഫ്രണ്ടിലെ മറ്റേ ഇതിന് ഡിസ്കിന്റെ മാസ്റ്റർ എന്നുള്ള സംഭവമുണ്ട്, മാസ്റ്റർ സംഭവം, അതും പോയി. അപ്പൊ അത് നമ്മൾ നോർമലി പുറത്ത് നോക്കിയായിരുന്നു. പുറത്ത് നോക്കിയപ്പോഴും ആ റേറ്റ് വന്നുകൊണ്ട് സർവീസ് സെന്റർ തന്നെ കൊടുത്തു. സർവീസ് കോസ്റ്റിൽ എനിക്ക് വലിയ കംപ്ലൈന്റ് ഇല്ല. ഇല്ല, നമ്മുടെ പാർട്സ് മാറ്റുമ്പോൾ ഏത് വണ്ടിയാണെങ്കിലും പൈസ വരുമല്ലോ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ലേബർ ചാർജും കാര്യങ്ങളും ആണ് ഒരു പ്രശ്നം വരുന്നത്. പുറത്ത് കൊടുക്കുമ്പോൾ അതിൽ ചെറിയൊരു വ്യത്യാസം. അതായത് പുറത്ത് കൊടുക്കുമ്പോൾ ലേബർ ചാർജിൽ ഒരു 1000 രൂപയൊക്കെ 500 രൂപ കുറഞ്ഞു കിട്ടും. പക്ഷേ നല്ല സർവീസ് സെന്റർ ഉള്ള ആൾക്കാരാണെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഡിസ്കൗണ്ട് ഒക്കെ ചെയ്തൊക്കെ തരും. ഓക്കെ, അപ്പോൾ ഇനി മറ്റ് കംപ്ലൈന്റുകളിലേക്ക് വരാം. മറ്റ് കംപ്ലൈന്റ് സർവീസിനെ കുറിച്ച് പറയാനുണ്ടായിരുന്നു. സർവീസിങ്ങിലെ ഡീലിംഗ് ആണ്. അതായത് നമ്മളൊരു വണ്ടി എന്തിനാ കൊടുക്കണം സർവീസിന്? വണ്ടി നന്നാക്കാൻ വേണ്ടി. അപ്പൊ അതായത് നമ്മളൊരു വണ്ടി സർവീസിന് കൊടുക്കുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളൊരു ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ ആ ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്തിട്ട്, അതായത് ചിലപ്പോൾ ആ ഒരു ദിവസം രാവിലെ ബസ്സിന് പോയിട്ട് തിരിച്ചു വന്നിട്ട് വണ്ടി എടുക്കാം എന്ന രീതിയിലാണ് പൊതുവെ എല്ലാവരും, ഇപ്പം മലയാളികളായാലും ആരായാലും ആ രീതിയിലാണ്. ഏത് വണ്ടിയാണെങ്കിലും, കാറാണെങ്കിലും ബൈക്കാണെങ്കിലും സ്കൂട്ടറാണെങ്കിലും ചെയ്യുന്നത്. പക്ഷേ ഞാൻ ആദ്യം
എൻ്റെ വണ്ടി സർവീസിന് കൊടുത്തുകൊണ്ടിരുന്നത് നമ്മുടെ കൊച്ചിൻ TVSലായിരുന്നു. ഞാൻ ലുലുവിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത്. അപ്പോൾ ആ സമയത്ത് തൊട്ടടുത്ത് ഓപ്പോസിറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ രാവിലെ പോകുമ്പോൾ കൊടുക്കുന്നു, വൈകുന്നേരം വണ്ടി. അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം പക്കിയായിരുന്നു. അതിനുശേഷം നമ്മുടെ വീടിൻ്റെ അടുത്ത് SV TVS എന്നുള്ളൊരു സർവീസ് സെൻറ്റർ തുടങ്ങി, തൊട്ടടുത്ത് തന്നെ. നമ്മൾ പോയിട്ട് അവിടെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്, വേറെ കാര്യം. പക്ഷേ 2 പ്രാവശ്യം ഞാൻ കൊടുത്തപ്പോഴും എനിക്ക് വണ്ടി അന്ന് തന്നെ കിട്ടിയിട്ടില്ല. 2 പ്രാവശ്യം കൊടുത്തപ്പോഴും വണ്ടി കിട്ടിയിട്ടില്ല. അതെനിക്കറിയാം, നീ കൂടെ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഓൾറെഡി വണ്ടി ബുക്ക് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. രാവിലെ 9 മണിക്ക് പറയുന്നു, 9 മണിക്ക് വരുന്നു. അവർ സർവീസിൽ ചെക്ക് ലിസ്റ്റ് എല്ലാം എഴുതുന്നു, കാര്യങ്ങൾ വരുന്നു, ജോബ് കാർഡ് വരുന്നു, വൈകുന്നേരം കിട്ടുമെന്ന് പറയുന്ന രീതി നമ്മൾ പോകുന്നു. എന്നിട്ട് ഒരു ദിവസം വൈകുന്നേരം നമ്മൾ വണ്ടി കൊടുത്തിട്ട് എവിടെ യാത്രയ്ക്ക് പോയി തിരിച്ചു വന്നപ്പോൾ വിളിച്ചു. അവർ വിളിക്കാത്തതുകൊണ്ട് അങ്ങോട്ട് വിളിച്ചു കേട്ടോ. അവർ നമ്മൾ വിളിച്ച് പറഞ്ഞില്ല ആദ്യം. തിരിച്ച് വിളിച്ചിട്ട് അവർ പറഞ്ഞു വണ്ടി ആയിട്ടില്ല എന്ന് പറയുമ്പോൾ പോയി നോക്കാൻ നേരത്ത് ഞാൻ എവിടെ കൊണ്ടുപോയാണ് വണ്ടി വെച്ചേക്കുന്നത് രാവിലെ. അതേ സ്ഥലത്ത് ഒരു അനക്കം പോലും സംഭവിക്കാതെ, ഒരു നീക്കം പോലും സംഭവിക്കാതെ വണ്ടി അവിടെ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? എടുത്തിട്ടില്ല. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ വിളിക്കാൻ വിട്ടുപോയി, ആ ഒരു രീതിയിലുള്ള എക്സ്ക്യൂസ് വരാം. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഒരു ദിവസം കിട്ടാൻ വേണ്ടി കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് ഉടക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വണ്ടി കൊണ്ടുപോയി സ്വാഭാവികമായിട്ടും നമ്മളൊരു മെയിൽ അയക്കുമല്ലോ അവിടെ പോയാലും. കുത്തിയിരുന്നിട്ട് ഇംഗ്ലീഷിലൊക്കെ അങ്ങോട്ട് സെറ്റപ്പ് ഒരു മെയിലൊക്കെ അയച്ചു. അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. അങ്ങനെയല്ല, അത്യാവശ്യം മെയിലൊക്കെ അയച്ചു. അതിനുശേഷം എനിക്ക് കോൾ ബാക്ക് വന്നു, ഇങ്ങനെ പ്രശ്നങ്ങൾ പറഞ്ഞു. അപ്പോൾ അവരതിന് ശേഷം SV വിളിച്ചു. അവർ വന്ന് വണ്ടി എടുക്കാന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും വന്നില്ല. കാരണം ഞാൻ പറഞ്ഞു എനിക്ക് ഇനി വണ്ടി കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ വീട്ടിലേക്ക് വന്ന് പിക്കപ്പ് ചെയ്യാം, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, വന്ന് പിക്കപ്പ് ചെയ്യാം, അതിനുശേഷം വണ്ടി കൊണ്ടുവന്ന് തരാം അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ വന്നില്ല. ഒരു ദിവസം ഞാൻ നോക്കിയിരുന്നു, വിളിച്ചില്ല. അതിനുശേഷം അവർ സർവീസിന് വിളിച്ചിട്ട് പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. പക്ഷേ നമ്മൾ ഓൾറെഡി ലുലുവിൻ്റെ ഓപ്പോസിറ്റ് സർവീസ് സെൻറ്റർ അവിടെ നിന്ന് മാറിയപ്പോൾ എനിക്ക് ഒന്നും കൂടി അവിടെ സർവീസിന് കൊടുക്കേണ്ടി വന്നു. ഈ റീസെൻ്റിൽ ഒരു 2 മാസം മുമ്പ്, അതായത് നമ്മുടെ മേജർ ഇപ്പോൾ ഡിസ്ക് മാറ്റുന്നതിന് മുമ്പ് നമ്മൾ പ്രാവശ്യം സർവീസിന് കൊടുത്തായിരുന്നു. അന്നും ഈ ഇഷ്യൂ ഉണ്ടായി. അന്ന് ഇതുപോലെ രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഈ ലൊക്കേഷനിൽ വേറെ സർവീസ് സെൻറ്റർ ഇല്ല, തൊട്ടടുത്ത് ഉണ്ടായതായിരുന്നു. പിന്നെ ഉള്ളത് ഇപ്പോൾ അവർ മാറിയെങ്കിലും അവരിപ്പോൾ നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ അടുത്തേക്ക് മാറിയിട്ടുണ്ട്, കലൂർ സ്റ്റേഡിയം. പിന്നെ ഉള്ളത് ആദ്യമേ ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത് ഞാൻ വണ്ടി എടുത്തത് വൈറ്റ് ലൈനായിരുന്നു. അവിടെയൊക്കെ നല്ല ഡീലിംഗ് ആയിരുന്നു. ഈ ഒരു ഡീലർഷിപ്പിൽ മാത്രമുള്ള പ്രശ്നമാണ്. ഈ ഒരു ഡീലർഷിപ്പിൽ മാത്രമുള്ള പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ സ്ഥലത്ത് കൊടുത്തിട്ടില്ലാത്തത് അറിയില്ല. രണ്ട് സ്ഥലത്ത് കൊടുത്തല്ലോ. കൊച്ചിൻ TVSൽ 2 ഷോറൂമിൽ കൊടുത്തു, 2 സർവീസ് സെന്ററിൽ കൊടുത്തവരല്ല. രണ്ടിലും പ്രശ്നങ്ങളില്ല, പക്ക ഡീലിംഗ് ആയിരുന്നു. ഇവിടെ കൊടുത്തപ്പോൾ അതായത് ഇപ്പോൾ ഒരു പുതിയൊരു സർവീസ് സെന്റർ തുടങ്ങി പഴയതിലും കൊടുത്തു. പഴയതിൽ കൊടുത്തപ്പോഴും പ്രശ്നമുണ്ട്, പുതിയ സർവീസ് സെന്ററിൽ കൊടുത്തപ്പോഴും പ്രശ്നമുണ്ട്. 2 നടത്തുന്ന ഒരാളാണ്, പക്ഷേ ലൊക്കേഷൻ മാറിയെങ്കിലും പ്രശ്നങ്ങളുണ്ട്. 2ാമത് കൊടുത്തപ്പോൾ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെൻ്റ്ലി ഞാൻ വണ്ടി കൊടുത്തു, അതും ഇതുപോലെ ഓൾറെഡി ബുക്ക് ചെയ്തു. അതായത് തലേ ദിവസം ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് അവിടെ പോയിട്ട് ബുക്കിംഗ് നമ്പർ വിളിച്ചു, ബുക്ക് ചെയ്തിട്ട് രാവിലെ 9 കൊണ്ടുവരാൻ പറഞ്ഞു, കൊണ്ടുപോയി കൊടുത്തു. അതിനുശേഷം തിരിച്ച് വീട്ടിൽ വന്നു. എല്ലാം കഴിഞ്ഞ് ഒരു 3-3:30 ആയപ്പോഴേക്കും 4 മണി ഏകദേശം വണ്ടി പോയി എടുക്കാനുള്ള മൈൻഡിൽ ഞാൻ നിന്നെ തന്നെ വിളിച്ചത്. ആ സമയത്ത് നീ ഉണ്ടായിരുന്നില്ല. ഞാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ എന്ന് പറഞ്ഞാൽ ഒരു പെങ്കൊച്ചായിരുന്നു വിളിച്ചിട്ട് പറഞ്ഞു വണ്ടിയുടെ പണി കഴിഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ എന്താ കഴിയാത്തത്? അല്ല ഇന്ന് തീരൂല. അവനെന്താ തീരാത്തത്? നിങ്ങൾ തരാമെന്ന് പറഞ്ഞില്ല. വണ്ടി നാളത്തേക്ക് മതിയോ? നാളെ വൈകുന്നേരം തരാം, പണി തുടങ്ങിയിട്ടില്ല എന്ന് സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഇത് നടക്കണ കേസല്ല, ഇത് ആദ്യമായിട്ടല്ല, 2ാമത്തെ പ്രാവശ്യമാണ്. ആദ്യമേ ഇതുപോലെ പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ ഇതുപോലെ മെയിലൊക്കെ അയച്ചപ്പോഴാണ് നിങ്ങൾ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ ശേഷം അവർക്ക് മനസ്സിലായി ഇത് പ്രശ്നമാണെന്ന് മനസ്സിലായി. അതിനുശേഷം അവരെ സർവീസിൽ നിന്ന് പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു എന്നോട് പറഞ്ഞ കേസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുമ്പോൾ അത് പറഞ്ഞ് ചിരിക്കും. മോനെ രാവിലെ എല്ലാം മഴയായിരുന്നു, അതുകൊണ്ട് കുറച്ച് സ്റ്റാഫ് ഒന്നുമില്ല, കുറച്ച് പേര് ലീവായി, അതുകൊണ്ട് നമുക്ക് വണ്ടി എടുക്കാൻ പറ്റാത്തതെന്ന് അങ്ങനെ പറയാമോ ഒരു സർവീസ് സെൻ്ററുകാർ? അതായത് അവരുടെ സ്റ്റാഫ് ലീവ് എടുത്തതും വരാത്തതൊന്നും ഒരു കസ്റ്റമർ എന്ന നിലക്ക് നമുക്കറിയേണ്ട ആവശ്യമില്ല. വൈകുന്നേരം വിളിച്ചു പറയുന്നത് രാവിലെ പറയായിരുന്നു വണ്ടി കൊടുക്കുമ്പോൾ. നമ്മൾ ഓൾറെഡി കൊടുക്കുമ്പോൾ ചോദിക്കുമ്പോൾ പറയുന്നത് വൈകുന്നേരം 6 മണിക്കുള്ളിൽ തരാമെന്ന് പറഞ്ഞിട്ടാണ് വണ്ടി എടുക്കുന്നത്. അപ്പോൾ അവർക്ക് പറയാം ചേട്ടാ ഇന്ന് വണ്ടി കിട്ടില്ല, നാളത്തേക്കാണെങ്കിൽ ഓക്കെ, നമുക്ക് കൺവിൻസ് ആക്കാം. പക്ഷേ വൈകുന്നേരം 4 മണിക്ക് വിളിച്ചിട്ട് ഇവരിങ്ങനെ പറയുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, ഞങ്ങൾ വരാൻ പോവുകയാണ്, എനിക്ക് വണ്ടി വേണ്ട, ഞങ്ങളുടെ സർവീസ് സെൻ്റർ ചെയ്യുന്നില്ല, കാരണം ഇത് 2ാമത്തെ പ്രാവശ്യം എനിക്ക് ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞപ്പോൾ അവർ കുറേ സംസാരിച്ച് നമ്മൾ ഡീൽ ചെയ്തിട്ട് പറഞ്ഞു നാളെ രാവിലെ 11 മണിയാകുമ്പോഴേക്കും വണ്ടി എനിക്ക് തരാമെന്ന് ഉറപ്പ് വന്നു. സ്വാഭാവികമായിട്ടും എനിക്ക് ഉച്ചയ്ക്ക് ജോലി ആയതുകൊണ്ട് ഞാനത് കൺവിൻസ് ആയി, വേറെ വഴിയില്ല. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ഇനി വേറൊരു ദിവസം ഇനി അവിടെ കൊടുക്കാൻ പറ്റില്ല, വേറെ സർവീസ് സെൻ്റർ ആണെങ്കിൽ കുറച്ച് ദൂരമാണ്, ഞാൻ അവിടെ കൊടുക്കാൻ ഇനിയൊരു ദിവസം ഇങ്ങനെ പോകും, നമുക്ക് എക്സ്ട്രാ ഒരു ദിവസം പോകണ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വണ്ടി കൊടുത്തു വാങ്ങി. അതാണ് സംഭവം. പിന്നെ വേറെ കാര്യം പറയാണ്ട്, കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് സർവീസിൽ ഓൾറെഡി നമ്മുടെ ആക്സിഡൻറ്റ് കേബിളിന് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. വണ്ടി ഓട്ടോ മൂവ്മെന്റ് ആവുന്നുണ്ട്. അതായത് വണ്ടി ജസ്റ്റ് ഓൺ ആക്കിയിട്ട് 5 വർഷം ഓടിച്ചിട്ട് ഈ ലാസ്റ്റ് ആയപ്പോഴാണ്, ഇടയ്ക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അത് അത്രയ്ക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ വണ്ടി ഓൺ ആക്കുന്നു, കുറച്ച് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഓട്ടോ മൂവ്മെന്റ് വണ്ടി വന്നോളൂ. പിന്നെ മെയിനായിട്ട് ഇപ്പോഴും ഒരു ഇഷ്യൂ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇഷ്യൂ മാറിയിട്ടില്ല. ആക്സിലേറ്റർ കേബിൾ മാറ്റി തന്നു? ഇല്ല, ഞാൻ അവരുടെ ആക്സിലേറ്റർ മാറ്റാൻ പറഞ്ഞ സർവീസിൽ. അപ്പോൾ അവർ പറഞ്ഞു അത് ഊരിപ്പോൾ
സ്റ്റക്കായി കിടക്കുകയായിരുന്നു, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കൺവിൻസ് ആക്കി തന്നു. അതിനുശേഷം 2 ദിവസം മുമ്പ് കഴിഞ്ഞ ആഴ്ച കൊണ്ടേ കൊടുത്തപ്പോൾ ആക്സിലേറ്റർ കേബിൾ മാറ്റിയതാണ്. ഞാൻ പറഞ്ഞു മാറ്റിപ്പിച്ചാണ്. കാരണം അവർ പറഞ്ഞത് ഊരിപ്പോൾ ശരിയായിരുന്നു, പക്ഷേ ഞാൻ കൺവിൻസ് അല്ല. വണ്ടി ഓടിക്കുമ്പോൾ എനിക്കറിയാം ഈ സാധനം പോണേക്ക് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ വഴി കിടക്കുന്നത് ഞാനാണ്, റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അതാണ് സംഭവം. അതിന് എത്ര രൂപയായിരുന്നു ആക്സിലേറ്റർ കേബിളിന് ഏകദേശം 500-600 രൂപ, 400-500 താഴെ വന്നു. പക്ഷേ അവരുടെ മറ്റേ ലേബർ ചാർജ് വരുമ്പോൾ ഏകദേശം 800-900 വരും. 800 അതിൻ്റെ താഴെ വന്നു. പുറത്ത് ഞാൻ ചോദിച്ചപ്പോൾ 350 രൂപ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഈ ബ്രേക്ക് പാഡിൻ്റെ ബ്രേക്കിൻ്റെ സിസ്റ്റം എല്ലാത്തിനും മാറി എത്ര രൂപയായിരുന്നു? ആക്സിലേറ്റർ കേബിള് പിന്നെ ബ്രേക്കിൻ്റെ അതും കൂടി മൊത്തം ഒരു 6100 വന്നു. 3500 രൂപയാണ് ആ മാസ്റ്റർ എന്ന സംഭവത്തിന് വന്നത് ഈ സംഭവത്തിന്. പിന്നെ ബ്രേക്കിൻ്റെ ഡിസ്കിന് ഏകദേശം 1500 രൂപ. പിന്നെ ആക്സിലേറ്റർ കേബിളിന് 500 സംതിങ്, ഏകദേശം 1000-1500 രൂപ താഴെ എന്തോ 1000 രൂപ എന്തോ നമ്മുടെ ലേബർ ചാർജ് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും വണ്ടിക്ക് ഒരു ഇഷ്യൂ ഉണ്ട്. എന്താണ് ഇഷ്യൂ? അത് നിനക്കറിയാലോ, വണ്ടി ഓഫായി പോണത്. വണ്ടി ഓഫായി പോകും. നിനക്കറിയാം. നീ എന്നോട് പല സമയത്ത് ചോദിച്ചിട്ടുണ്ട് സിഗ്നലിൽ കിടക്കുമ്പോൾ നീ എന്താ റൈസ് ചെയ്യണമെന്ന്. കൈ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ വണ്ടി ഓഫായി പറഞ്ഞിരുന്നു അവരോട് സർവീസ് സെന്ററിൽ. അത് സർവീസ് സെന്ററിൽ എല്ലാ സർവീസിലും ഞാൻ പറയുന്നതാണ്. അപ്പോൾ അവർ പറയും ചിലപ്പോൾ സ്ലോ സ്പീഡ് കുറവായി കിടക്കുന്നതായിരിക്കും, സെറ്റാക്കാന്ന് പറയും. അപ്പോൾ ഇവർ സ്ലോ സ്പീഡ് കളിക്കുമ്പോഴാണ് വണ്ടി ഒട്ടും മൂവ്മെന്റ് വരുന്നത്. ആക്സിലേറ്റർ കേബിളിന്റെ പ്രശ്നമാണ്. പക്ഷെ ഇപ്പോഴും ലേറ്റസ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു അവരോട്. പക്ഷേ വണ്ടി എടുത്തപ്പോൾ ഒന്നും കുഴപ്പമുണ്ടായില്ല. പക്ഷെ ഇപ്പോഴും ഇന്ന് വന്നപ്പോഴും കണ്ടില്ലേ വണ്ടി ഓഫായി പോകുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. നമുക്ക് ഇതിന്റെ പേരിലോ എപ്പോഴും നമ്മുടെ സമയം കളയാൻ പറ്റാത്ത. അല്ല, ഇതിപ്പോ അവര് പറയുന്നത് ഇതാണെന്ന് പറഞ്ഞിട്ട് മാറ്റുന്നു. പക്ഷെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പാർട്സ് പൈസ മുടക്കിയിട്ടും മാറ്റാൻ തയ്യാറാണ്. നമ്മുടെ സേഫ്റ്റിയുടെ ഭാഗമാണ്. വണ്ടി ഓഫായി പോകണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വണ്ടി നല്ല മൂവ്മെന്റിൽ ഓഫ് ആവുന്നില്ല. വണ്ടി നിർത്തി കിട്ടുമ്പോഴോ എന്തോ വേറെ എന്തോ പ്രശ്നമാണ്. എനിക്കത് മനസ്സിലാവുന്നില്ല. ഞാനൊരു മെക്കാനിക്കൊക്കെ അയച്ചു നോക്കിയാണ്. നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ആർക്കെങ്കിലും എൻഡോർക്കിന് ഇങ്ങനെ വിഷയം ഉണ്ടെങ്കിൽ പറയണം. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, പൊതുവേ നമ്മളിപ്പോൾ യൂസ്ഡ് ബൈക്കിന്റെ വീഡിയോ ചെയ്യാൻ നേരത്ത് ഏത് ഷോറൂമിൽ പോയാലും എൻഡോർക്ക് നിരന്നിരിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് പല കമന്റുകളും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കമന്റ് ആണ്, എൻഡോർക്ക് മൊത്തം കംപ്ലൈന്റ് ആണ്. അതുകൊണ്ടാണ് ഇപ്പൊ യൂസ്ഡ് മാർക്കറ്റിൽ ഇത്രയും വണ്ടി വരുന്നത്. പുതിയ വണ്ടികൾക്കാണ് എനിക്ക് 5 വർഷമായിട്ട് ഞാൻ പറഞ്ഞ ഈ കംപ്ലൈൻസ് ഉള്ളൂ. അതിപ്പോൾ ഇത്ര വർഷം ആയതുകൊണ്ടാണെന്ന് അറിയില്ല വണ്ടിയുടെ കാര്യങ്ങൾ വരുന്നത്. പക്ഷേ പുതിയ എൻഡോർക്ക്, അതായത് ഇപ്പോൾ ഇറങ്ങിയ സൂപ്പർ സ്കോഡ് ആയാലും XT ആയാലും ആ വണ്ടികളെല്ലാം ഇപ്പോഴും ഷോറൂമിൽ നിരന്നിരിക്കുന്നുണ്ട്. ഈ വണ്ടി പെട്ടെന്ന് വരെ എന്തോ പ്രശ്നങ്ങളുണ്ടെന്നാണ് തോന്നുന്നത്. ഇപ്പം ഇതിന്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ മാറിക്കിടക്കണം. അത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്താവുമായിരിക്കും, പക്ഷെ അത് മാറിക്കിടക്കണം ഇപ്പോൾ. പിന്നെ റിസർവിന്റെ പ്രശ്നങ്ങളൊക്കെ, റിസർവ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് വണ്ടിയിൽ റിസർവും ഫ്യൂൽ എംറ്റി എല്ലാം നമുക്കൊരു കണക്കുണ്ടായിരുന്നു. ഇപ്പം ഈ ഇടയ്ക്ക് സർവീസ് ചെയ്തപ്പോഴാണ് ശരി. അതിന് മുമ്പ് വരെയും വണ്ടിയുടെ മറ്റേ റിസർവ് എന്ന് കാണിക്കില്ല, ഫ്യൂൽ എംറ്റി എന്ന് കാണിക്കില്ല. നോർമലി കട്ട കാണിക്കും, വണ്ടി നിൽക്കും. അപ്പോൾ നമ്മളൊരു 10-200 അടിക്കുമ്പോൾ എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടും ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമായിരുന്നു. ഇപ്പോഴും പക്ഷേ നമുക്കൊരു ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നില്ല, മൈലേജ് ഇപ്പോൾ കുറവായിട്ടുണ്ട്. അതിനകത്ത് റോങ് ഇൻഫർമേഷൻ വരുന്നുണ്ട്. അതിപ്പോൾ സോഫ്റ്റ്വെയർ ഇപ്പോൾ ഈ മോഡൽ വണ്ടികൾക്കെല്ലാം ഇങ്ങനത്തെ സംഭവങ്ങളായതുകൊണ്ട് തന്നെ അതുമ്മ തൊട്ട് കഴിഞ്ഞാൽ നല്ല കോസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. അതായത് വാറണ്ടി പീരീഡ് കഴിഞ്ഞല്ലോ, വാറണ്ടി പീരീഡിലാണെങ്കിൽ നമുക്കത് ഫ്രീ ഓഫ് കോസ്റ്റിൽ അവർ ചിപ്പ് മാറ്റി തരും. ഇതുപോലെ ഒരു ദിവസം വണ്ടി എടുത്തപ്പോൾ വേറെ പ്രശ്നം ഉണ്ടായിരുന്നു. എല്ലാം പറയാൻ പറ്റുമോ? പറഞ്ഞോ. വേറെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീറ്റിങ്ങിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഞാൻ ഒരു ദിവസം ഒരു ആലുവക്ക് പോയപ്പോൾ യാത്ര ചെയ്തപ്പോൾ അവർ ഓവർ ഹീറ്റിംഗ് എന്ന് പറഞ്ഞ് കാണിച്ചു. അതായത് വണ്ടി ഓടിക്കാൻ പാടില്ല, ഫെയിലിയർ എന്ന് പറഞ്ഞ് കാണിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ അതിന് പേടിച്ചായിരുന്നു. പണ്ടാര് സെൻസർ സാധനങ്ങളല്ലേ പൊട്ടിത്തെറിക്കോ. അപ്പൊ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു TVS മൂവാറ്റൂര്. അവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞാൽ കുഴപ്പമില്ല, അതെന്തെങ്കിലും പ്രശ്നമായിരിക്കും, കുഴപ്പമില്ല ഓടിച്ചുകൊണ്ട് വെക്കോ, അത് മിക്കവാറും സെൻസറിങ് ഇഷ്യൂ ആയിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ആ വണ്ടി എടുത്തിട്ട് നേരെ നമ്മുടെ ഷോറൂമിൽ പോയി, ഇടപ്പള്ളി ഷോറൂമിൽ പോയിട്ട് അവരത് വാറണ്ടി പീരീഡിൽ മാറ്റി തന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു വാറണ്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല. മാറ്റി തന്നു, അതായത് എന്തോ സെൻസറിന്റെ ഇഷ്യൂ ആയിരുന്നു, അവര് വാറണ്ടി പീരീഡിൽ മാറ്റിയെന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ ഒരു വാറണ്ടി പീരീഡ് കഴിഞ്ഞ സമയത്ത് എന്തെങ്കിലും വണ്ടികൾ വന്നു കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് പോകാൻ സാധ്യത ഉണ്ടാവും. കാരണം ഇപ്പോഴും ഇതിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വണ്ടിയുടെ മൈലേജും കാര്യങ്ങളും, അതായത് ഫ്യൂൽ ഓൺ റിസർവ് എന്ന് കാണിച്ചിട്ട് അതൊന്നും കറക്റ്റ് കാണിക്കുന്നില്ല. ആദ്യമൊക്കെ കാണിക്കുമായിരുന്നു കറക്റ്റ് ആയിട്ട്, നമുക്ക് ഏകദേശം റിസർവിൽ ഒരു 30-35 കിലോമീറ്റർ ഒക്കെ ഓടുമായിരുന്നു. പക്ഷെ ഇപ്പം നമുക്കൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നോർമലി ട്രിപ്പ് സെറ്റ് ആക്കിയിട്ട് നമ്മൾ ആ ഒരു ഐഡിയയിലാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം. അപ്പോൾ ഇതൊക്കെയാണ് നിനക്ക് കംപ്ലൈന്റ് ആയിട്ട് ഫീൽ ചെയ്ത കാര്യങ്ങൾ അല്ലേ? കംപ്ലൈന്റ് ഇതൊക്കെയാണ്. നിനക്ക് മൈലേജ് എത്ര കിട്ടുന്നുണ്ട്? കമ്പനി എത്ര മൈലേജ് പറയണേ? കമ്പനി മൈലേജ് ഇപ്പോൾ 125 cc ആയതുകൊണ്ട് എങ്ങനെ വന്നാലും നോർമലി ഒരു 50-40-45 റേഞ്ചൊക്കെയാണ് കിട്ടുള്ളൂ. വണ്ടി എടുത്ത സമയത്ത് എനിക്കൊരു 50 കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം മൈലേജ് കുറഞ്ഞപ്പോൾ നമ്മൾ നോർമലി അവർ മൈലേജ് ടോണർ എന്നൊരു സംഭവം ഉണ്ട്, അതൊക്കെ ചെയ്യും. 250 എന്തോ ആണെന്ന് തോന്നുന്നു, 200-150 റേഞ്ചിലാണ്. അപ്പോൾ മൈലേജ് കിട്ടും,
കുറച്ച് ഇനി പോകും. ഇപ്പം എനിക്ക് ഏകദേശം 45 താഴെ 40-45 റേഞ്ചിലാണ് മൈലേജ് കിട്ടുന്നുള്ളൂ. ഇപ്പോൾ മൈലേജ് കുറഞ്ഞിട്ടുണ്ട്. വണ്ടി ഇത്രയും ഓടിയോണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ 2 വീലറിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ വിളിക്കാമല്ലോ. യെസ്, ഇപ്പം നിങ്ങളാരും വിളിക്കാത്തതുകൊണ്ടാണ് നമ്മുടെ ഒരു വണ്ടി എടുത്ത് ചെയ്ത്. നമ്മളിത് ഒരുപാട് നാളെ ആലോചിക്കുന്നത് ഈ വണ്ടിയുടെ റിവ്യൂ ചെയ്യണമെന്ന്. കാരണം ഇത് യൂസ്ഡ് മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലോ. അപ്പോൾ ഈ വണ്ടിയെ പറ്റി ഒരു ഐഡിയ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ പിന്നെ വേറെ ഇന്നിപ്പോൾ ശരിക്കും ഞങ്ങൾ വേറൊരു വീഡിയോ ചെയ്യാൻ വേറൊരു കണ്ടന്റ് ആയിരുന്നു. അത് നൈസായിട്ട് സ്കിപ്പായി പോയപ്പോൾ നമ്മൾ നമുക്ക് ഇന്നത്തെ ദിവസം ഞങ്ങൾ പല പരിപാടിക്കും പോയിട്ട് എല്ലാം ഫ്ലോപ്പായി പോയി. അപ്പോൾ ഈ വീഡിയോ ഫ്ലോപ്പ് ആവാതെ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് സെറ്റപ്പ് ആക്കണം. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞെന്ന് വിചാരിക്കുന്നു. സർവീസ് സെന്ററിന്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പഴയ വണ്ടിയാണെങ്കിലും ഇപ്പൊ ഡിഫറൻസ് ഉണ്ടാവും. സർവീസിന്റെ കാര്യത്തിലായാലും എല്ലാവർക്കും പല പല അഭിപ്രായങ്ങളായിരിക്കും. പലരും എന്നോട് എൻറ്റോർക്കിന് കംപ്ലൈന്റ് ഉണ്ടെന്ന് പൊതുവെ പറയുന്നുണ്ട് പുതിയ വണ്ടികൾക്ക്. എൻ്റെ ഞാൻ സർവീസ് നമ്മുടെ ആക്സിഡന്റ് കേബിന്റെ കേസ് പറഞ്ഞത് തന്നെ അവര് മര്യാദക്ക് മാറ്റിയിട്ടില്ലായിരുന്നു. അവർ പറഞ്ഞത് ഊരിയപ്പോൾ ശരിയായെന്നാണ്. പക്ഷേ നമ്മുടെ ഒരു ഫ്രണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവൻ ഇതുപോലെ വണ്ടി പിടിച്ചപ്പോൾ ആക്സിഡന്റ് കേബിൾ പൊട്ടിപ്പോയി. അതായത് ഈ എൻറ്റോർക്കിന്റെ സൂപ്പർ സ്കോഡ് അവൻ ഇതുപോലെ വണ്ടി പിടിച്ചപ്പോൾ വണ്ടിയുടെ ആക്സിഡന്റ് കേബിൾ പൊട്ടിപ്പോയിട്ട് ബസ്സിന്റെ ബാക്കിൽ പോയി കുത്തി നിന്നത്. ഒന്നും പറ്റിയില്ല ഭാഗ്യത്തിന്. അപ്പോൾ നമ്മൾ നിത്യജീവിതത്തിൽ പെട്ടെന്ന് ജോലിക്ക് പോകാനൊക്കെ ഫാസ്റ്റിൽ പോകുമ്പോൾ അങ്ങനെ പറ്റരുത്. കാരണം നമ്മൾ മാറ്റാൻ പറഞ്ഞിട്ട് അവർ ഊരിയിട്ട് ശരിയായെന്ന് പറയുമ്പോൾ അവരോടുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മൾ മാറ്റാത്തത്. പക്ഷേ ഇനി വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കാശ് കൊടുത്ത് മാറ്റിയത്. കാരണം നമുക്ക് ഇനി ഒരുപാട് യാത്രകൾ ചെയ്യാനുള്ളതല്ലേ. അതാണ് സംഭവങ്ങൾ. പിന്നെ വേറെ കാര്യം പറയുന്നത് ഇതിൻ്റെ ആക്സസറീസിലായിട്ട് ഉദാഹരണം സീറ്റ് കവർ ഞാൻ പുറത്തുനിന്ന് ഏതാണ് ഇവരുടെ ഷോറൂമിൽ പോകുമ്പോൾ സീറ്റ് കവർ ഇല്ല, ടയർ ഇല്ല. ഒരു കുന്ത്രാണ്ടും ഇല്ലാന്ന് തോന്നുന്നു. ടയർ ഇതിന്റെ ടയർ ഇറങ്ങിയ സമയത്ത് കിട്ടാൻ പാടായിരുന്നു. ബാക്ക് ടയറും ഫ്രണ്ട് ടയറും നോർമൽ സ്കൂട്ടർ പോലെയല്ല. എൻറ്റോർക്ക് ഇറങ്ങിയപ്പോൾ കുറച്ച് വലിയ ടയർ സൈസ് ആയതുകൊണ്ട് ഷോറൂമിൽ സ്റ്റോക്ക് ഉണ്ടാവാറില്ലായിരുന്നു. ഞാൻ പല ഷോറൂമിലും ചോദിച്ചിട്ടുണ്ട്. ആ ഷോറൂമിൽ ഈ ഷോറൂമിലും ചോദിച്ചപ്പോഴും ടയർ സ്റ്റോക്ക് ഇല്ല. പക്ഷേ പുറത്തെ കടക്കാരുടെ അടുത്തുണ്ട്. എന്താണെന്ന് അറിയാൻ പാടില്ല. ഷോറൂമിൽ കിട്ടാനില്ല. ടി വി എസിന്റെ പുറത്ത് കിട്ടുന്നുണ്ട്. പക്ഷെ ഷോറൂമിലില്ല. ഷോറൂമിലല്ലേ വേണ്ടത്. പാർട്സിന്റെ പ്രശ്നങ്ങൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ എൻ്റെ 2 ടയറും മാറ്റിയിട്ടുണ്ട്. 2 ടയറും മാറ്റിയത് ഷോറൂമിൽ നിന്നല്ല കേട്ടോ. അവിടെ അന്വേഷിച്ചായിരുന്നു. നമ്മൾ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് അവിടെ നിന്ന് ഒറിജിനൽ കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ ഷോറൂമിൽ കിട്ടില്ല. പക്ഷെ പുറത്ത് തൊട്ടപ്പോൾ 1 കിലോമീറ്റർ അപ്പുറമുള്ള ലോക്കൽ ഷോപ്പിൽ പോയി ടി വി എസിന്റെ പക്ക സാധനം കിട്ടുന്നുണ്ട്. അതൊക്കെ അവർ ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാ വണ്ടിക്കും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ടയറിന്റെ കാര്യങ്ങളൊക്കെ ഷോറൂമുകാർ എന്താണ് അവർക്ക് കച്ചവടം വേണ്ടേ എന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ നമുക്ക് എൻഡപ്പ് ചെയ്താലോ. ഇതിപ്പോ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. കംപ്ലൈൻസ് തന്നെ കുറെ ഉണ്ട്. ഇപ്പൊ ഞങ്ങളൊരു ഐഡിയ ഇല്ലാണ്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു വീഡിയോ ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്തു. പല തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും. ക്യാമറ ട്രൈപ്പോഡിൽ വെച്ചിട്ട് ചെയ്യണതാണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് അനങ്ങാൻ പറ്റൂല. അതുകൊണ്ട് ഒറ്റ ക്ലിപ്പ് ആയിട്ടൊക്കെ ഭയങ്കര ബോറാവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ. അപ്പോൾ ഇനി മുതൽ ഞങ്ങളുടെ പുതിയ സെഗ്മെന്റ് ആണ് 2 വീലർ റിവ്യൂസ്. അതെ, ഞങ്ങൾ ഈ വണ്ടിക്ക് തന്നെയാണ് ഞങ്ങൾ യാത്ര ചെയ്യാൻ പോകുന്നത്. ഓൾ കേരള. ഇപ്പൊ നമ്മൾ കൊച്ചി ബേസ് ചെയ്തിട്ടാണ്, കൊച്ചി ചുറ്റിപ്പറ്റി എന്നാണ് വീഡിയോ എടുക്കുന്നത്. കൊച്ചി വിട്ട് ഞങ്ങൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പോയി വീഡിയോ എടുക്കാൻ പോകും. അതായത് നമ്മുടെ ആദ്യത്തെ ജില്ല ഏതാണെന്ന് ഇപ്പൊ പറഞ്ഞേക്കാം. കാണുന്നവരാണ് കാണട്ടെ. മലപ്പുറം ജില്ലയില് നമ്മൾ യൂസ്ഡ് കാറും ബൈക്കും ഷോറൂമും നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്. കുറച്ച് ഷോറൂം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും ഷോറൂമിന്റെ കോൺടാക്ട് ഡീറ്റെയിലും കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടെങ്കിലോ, അതായത് ഞങ്ങളവിടെ പോയി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ഇടാം. കമന്റ് ഇട്ട് നമ്മൾ അവിടെ പോയി ചെയ്യുന്നതായിരിക്കും. പിന്നെ മലപ്പുറത്തുള്ളവരെ പ്രത്യേകം പറയാനുള്ളത്, നിങ്ങളുടെ വണ്ടിയുടെ റിവ്യൂ പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം. ഓണത്തിന്റെ ഒരു ഫസ്റ്റ് വീക്ക് വരെ നമ്മൾ അവിടെ ഉണ്ടാവുന്നതായിരിക്കും. നമ്മൾ എന്താ പോണേന്നും ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് പറയുന്നതായിരിക്കും. അതനുസരിച്ച് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ഇടാം. ചീത്ത വിളിക്കരുത്. അപ്പോൾ പുതിയൊരു വാഹന സംബന്ധമായ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ പറഞ്ഞേക്കാം. ബൈ.